നമസ്കാരം. കുടുംബം ഇമ്പമുള്ളതാകണം. കുടുംബം ഒരു കൂറ്റൻ മരമാണ്. അമ്മ എന്ന വേരിലും അച്ഛൻ എന്ന ശിഖരത്തിലും വിരിഞ്ഞ കിളികളാണ് നമ്മളെല്ലാവരും. എത്ര ദൂരത്തേക്ക് പറന്നാലും എത്ര ഉയരത്തിൽ പറന്നാലും ചിറക് തളരുമ്പോൾ നമ്മൾ ചേക്കേറുന്ന നമ്മുടെ മാത്രമായൊരിടം. പരസ്പര സ്നേഹം, ഐക്യം, വിശ്വാസം തുടങ്ങിയ ഒരുപാട് മൂല്യങ്ങളടങ്ങിയതാണ് കുടുംബം. ചെറിയൊരു ഉദാഹരണത്തിലൂടെ ഞാൻ കാര്യം വ്യക്തമാക്കി തരാം. നമ്മളൊക്കെ വീട്ടിൽ കറികൾ ഉണ്ടാക്കാറുണ്ട്, പലതരം കറികൾ. ഈ കറികൾക്കൊക്കെ നമ്മൾ ഓരോ തരം ഇൻഗ്രീഡിയൻസ് ചേർക്കാറുണ്ട്. വെജിറ്റബിൾസ് വേണം, അതുപോലെ തന്നെ സ്പൈസസ് വേണം. ചിക്കൻ കറിയാണെങ്കിൽ ചിക്കൻ വേണം, മട്ടൻ കറിയാണെങ്കിൽ മട്ടൻ വേണം, അല്ലേ? നമ്മളൊരു കറി ഉണ്ടാക്കാൻ ഇതൊക്കെ ചേർക്കുന്നത് എങ്ങനെയാണ്? എല്ലാറ്റിനും ഒരു നിശ്ചിത അളവുണ്ടാകുമല്ലോ, അല്ലേ? ഈ എല്ലാം ഒരു നിശ്ചിത അളവിൽ ചേർക്കുമ്പോൾ മാത്രമേ ആ കറിക്ക് രുചി കൂടുകയുള്ളൂ. കറിയിൽ അല്പം ഉപ്പോ മുളകോ കൂടിക്കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാൻ കഴിയില്ല. എരിവ് കൂടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ നാവിനും വയറിനും പ്രശ്നമാകും, അല്ലേ? എല്ലാ ചേരുവകളും ആവശ്യത്തിന് മാത്രം ചേർത്താലേ നമ്മളുണ്ടാക്കുന്ന കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. നല്ല ഭക്ഷണം കഴിക്കുമ്പോഴേ കഴിക്കുന്നവനും ഉണ്ടാക്കുന്നവനും സംതൃപ്തനാകുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കുടുംബവും. പരസ്പര സ്നേഹം, ദയ, കാരുണ്യം, വിട്ടുവീഴ്ച, ഐക്യം, വിശ്വാസം തുടങ്ങിയ ഒത്തിരി ആവശ്യമായ ചേരുവകൾ കൃത്യമായ അളവിൽ ചേർത്താലേ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ കെട്ടുറപ്പും സന്തോഷവും ഉണ്ടാകും. വീട്ടിലെ വിശേഷപ്പെട്ട അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് മറ്റുള്ളവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളിച്ച് ഒത്തൊരുമയോടെ പരിഹാരം കാണുക. വീട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങളെയും ഇക്കാര്യത്തിൽ പരിഗണിക്കാൻ മറക്കരുത്. ഓരോ കുടുംബവും നന്നാകണമെങ്കിൽ ഐക്യം വേണമെങ്കിൽ പരസ്പര സ്നേഹം വേണമെങ്കിൽ പരസ്പര വിശ്വാസം വേണം. ജീവിതം ആരംഭിക്കുന്നതും എന്നാൽ സ്നേഹം ഒരിക്കലും അവസാനിക്കാത്തതുമായ ഒരിടമാണ് കുടുംബം. ഒരു കുടുംബം നന്നാകണമെങ്കിൽ വീട്ടുകാരെല്ലാം വല്ലപ്പോഴും ഒപ്പം ഇരിക്കണം, വല്ലപ്പോഴും ഒപ്പം കഴിക്കണം, വല്ലപ്പോഴും ഒപ്പം ചിരിക്കണം, വല്ലപ്പോഴും ഒപ്പം യാത്ര പോകണം, എല്ലായ്പ്പോഴും ഒപ്പമുണ്ടാകണം. സ്വത്തിനും പണത്തിനും തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വേണ്ടി പരസ്പരം തല്ലിപ്പിരിയുമ്പോൾ ഓർക്കണം, നമ്മുടെയെല്ലാം വേരുകൾ ഒന്നാണെന്ന കാര്യം. പണത്തിനും പദവികൾക്കും അപ്പുറമാണ് കുടുംബത്തിലെ സ്നേഹവും സമാധാനവും. നമ്മുടെ കുടുംബത്തെ കരുതി, നമ്മളെ സ്നേഹിക്കുന്നവരെ കരുതി തെറ്റായ ഒരു കാര്യം നമ്മൾ വേണ്ടെന്ന് വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കുടുംബത്തിനും നമ്മളെ സ്നേഹിക്കുന്നവർക്കും പ്രാധാന്യം നൽകുന്നവരാണ്. ഇതൊന്നും ചിന്തിക്കാതെ ആ തെറ്റിലൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലോകത്തിലെ സെൽഫിഷായ ഒരു മനുഷ്യനാണ്. കുടുംബം എന്നത് സ്നേഹം കൊണ്ട് നിർമ്മിച്ച ഒരു ലോകമാണ്. പരസ്പരം സ്നേഹിച്ചു ആ ലോകം സുന്ദരമാക്കുക. പ്രിയപ്പെട്ടവരുടെ സന്തോഷത്തിന് തോറ്റുകൊടുക്കുന്നത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷങ്ങൾ. പിടിവാശികൾ ജയിക്കുമ്പോൾ ബന്ധങ്ങൾ അകലുന്നു, എന്നാൽ വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ മനസ്സുകൾ അടുക്കുന്നു. അങ്ങനെയായിരിക്കണം സ്നേഹബന്ധങ്ങൾ. താങ്ക് യു.